നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ അതിവേഗം മുന്നേറുമ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന മറ്റൊരു കൂട്ടര് കൂടിയുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും BD സതീശനുമെല്ലാം വ്യാജ ആരോപണങ്ങൾ മതിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പകരം കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇക്കൂട്ടരെയാണ്. മറ്റാരുമല്ല, ഒരു വിഭാഗം ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളാണ് ഇന്ന് UDFന്റെ ഒത്താശയോടെ ഇടത് മുന്നണിക്കെതിരെ നീങ്ങുന്നത്. പല ഘട്ടത്തിലും സോഷ്യൽ മീഡിയയിലടക്കം സ്വരാജിനെ ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇപ്പോൾ സ്വരാജും ഇടതുപക്ഷവും ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ മറുഭാഗത്ത് നിലകൊള്ളുന്നു. UDFും BJPയും മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്ന PV അൻവറുമുണ്ട് ഈ കൂട്ടത്തിൽ. ഷൗക്കത്ത് തോൽക്കുമെന്ന് അൻവറിന് നന്നായി അറിയാം. അതിനാൽ LDF മണ്ഡലത്തിൽ ജയിച്ചു കയറി പോകുന്നതിനിടെ UDFനെ കുത്തി മുന്നണിയിൽ കയറാമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ. ഏത് വിട്ടുവീഴ്ചയ്ക്കും അതിനായി തയ്യാറാണെന്നും പരോക്ഷമായി അൻവർ കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് വിവരം. അൻവറിന്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അടുത്ത സുഹൃത്തുക്കളെ മുൻനിർത്തി അൻവർ ഇപ്പോഴും ശ്രമം തുടരുകയാണ് മുന്നണി പ്രവേശനത്തിന്. എന്നാൽ അൻവർ വെച്ച ഡിമാൻഡ് സതീശൻ എന്നല്ല, കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന് പറയുന്ന അൻവറിനൊപ്പമുള്ളവർ പോലും ഇപ്പോൾ അംഗീകരിച്ച മട്ടില്ല. ആഭ്യന്തരവും വനം വകുപ്പും പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന ആവശ്യങ്ങളിലെല്ലാം അൻവർ ഉപയോഗിച്ചെങ്കിലും പറച്ചിൽ UDFനെ അൻവറിന്റെ സ്വരം അത്ര പ്രസക്തമല്ല. ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇടതുപക്ഷം. അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഏറ്റുപിടിച്ച UDFനെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടില്ലേ എന്നാണ് CPM ചോദിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ PV അൻവറും അൻവറിന്റെ രാഷ്ട്രീയവും അസ്തമിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അൻവറിന്റെ സാന്നിധ്യം UDFന് ക്ഷീണമാകുന്നുവെന്ന് കണ്ട് UDFന് വേണ്ടി പ്രതിരോധം ഇപ്പോൾ ഒരു വിഭാഗം ഇടതുപക്ഷ വിരുദ്ധ ചാനലുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കിയവർക്കെല്ലാം ഷൗക്കത്തിനും BD സതീശനുമെതിരെ അൻവർ പറഞ്ഞു തീർത്തപ്പോൾ UDF പറഞ്ഞത് അൻവറിന്റെ വിഡ്ഢിത്തമെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളെന്നുമായിരുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കിയവർക്കെല്ലാം ഷൗക്കത്തിനും BD സതീശനുമെതിരെ അൻവർ പറഞ്ഞു തീർത്തപ്പോൾ UDF പറഞ്ഞത് അൻവറിന്റെ വിഡ്ഢിത്തവും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണെന്നുമാണ്. അൻവറിന് ഇപ്പോൾ വലിയ സ്പേസ് കൊടുക്കേണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അടിക്കടി വാർത്താ സമ്മേളനം വിളിച്ച് സമ്മർദ്ദത്തിലാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോഴെല്ലാം മുൻപേ ചൂട്ടും കത്തിച്ചോടിയവരാണ് ഇടതുപക്ഷ വിരുദ്ധത വിളമ്പുന്ന ഒരു വിഭാഗം ഇവിടെയുള്ള മാധ്യമങ്ങൾ. ഇക്കാര്യം രാഷ്ട്രീയ കേരളം മറന്നുപോകരുത്, ഓർമ്മയിൽ വെക്കുക തന്നെ വേണം. ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞാൽ യാഥാർത്ഥ്യം, UDFനെതിരെ പറഞ്ഞാൽ അതെല്ലാം വാസ്തവവിരുദ്ധമെന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഇന്നിവിടെയുള്ളത്. ഇതെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ടെന്ന് കൂടി പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പിന്താങ്ങുന്ന മാധ്യമങ്ങളും അറിഞ്ഞിരിക്കണം. സ്വരാജിനെ ഇകഴ്ത്തിക്കാട്ടാനും UDF സ്ഥാനാർത്ഥിക്ക് സ്തുതി പാടാനുമുള്ള ബോധപൂർവ ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം അതിജീവിച്ച് ഏറനാടൻ കോട്ടയിൽ സ്വരാജ് ചെങ്കൊടി ഉയർത്തുമ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത അജണ്ട കൂടിയാണ് ഇന്നില്ലാതാകുക.